അതിർത്തിയിൽ ശത്രു രാജ്യങ്ങൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ. റഫാലിന് പിന്നാലെ ഇന്ത്യയുടെ ആകാശ കരുത്ത് ഇരട്ടിയാക്കാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകാരിയായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ റഷ്യയുടെ സുഖോയ് 57 ഇന്ത്യയിലേക്ക് എത്തുന്നു. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത മോദി സർക്കാരിന്റെ മറ്റൊരു നിർണായക തീരുമാനമാണിത്. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ 5ാം തലമുറ വിമാനമായിരിക്കും. ചൈനയുടെ J-20 പോർ വിമാനങ്ങളെ നേരിടാൻ റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ Su-57 വാങ്ങാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നീക്കം. ഇത് വെറുമൊരു വാങ്ങലല്ല, മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി സാങ്കേതിക വിദ്യ കൈമാറ്റം വഴി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ HLL വഴി ഇവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അമേരിക്കയുടെ F-35 പോർ വിമാനങ്ങൾ വാങ്ങാൻ അവസരമുണ്ടായിട്ടും ഇന്ത്യ ആ വഴിക്ക് പോയതേയില്ല. അമേരിക്കൻ വിമാനങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ഘടിപ്പിക്കുന്നതിലെ കർശന നിയന്ത്രണങ്ങൾ ഇന്ത്യ തള്ളിക്കളയുകയായിരുന്നു. പകരം കാലങ്ങൾ പരീക്ഷിച്ച ഇൻഡോ റഷ്യൻ സൗഹൃദത്തിൽ സർക്കാർ വിശ്വാസമർപ്പിച്ചു. സ്വന്തം ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ റഷ്യൻ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുന്നു. പാകിസ്ഥാന് അത്യാധുനിക വിമാനങ്ങൾ നൽകുമെന്ന ചൈനയുടെ പ്രഖ്യാപനത്തിന് ഇന്ത്യ നൽകുന്ന അത്യുഗ്രൻ മറുപടി കൂടിയാണിത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന AMCA പോർ വിമാനങ്ങൾ പൂർണ്ണ സജ്ജമാകാൻ 10 വർഷത്തോളം എടുക്കും. അതുവരെയുള്ള സുരക്ഷാ വിടവ് നികത്താൻ സുഖോയ് 57 എത്തുന്നതോടെ അതിർത്തിയിലെ ഏതു ഭീഷണിയും നേരിടാൻ ഇന്ത്യൻ വ്യോമസേന സുസജ്ജമാകും. ശത്രു റഡാറുകൾക്ക് പിടികൊടുക്കാത്ത അത്യാധുനിക സ്റ്റെൽത്ത് ഫീച്ചറുകളുള്ള ഈ റഷ്യൻ കഴുകന്മാർ വ്യോമസേനയുടെ ഭാഗമാകുന്നതോടെ വ്യോമ പ്രതിരോധ രംഗത്ത് ഏഷ്യയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ഏകശക്തിയായി ഇന്ത്യ മാറും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.